കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥയാണ് പൊങ്ങച്ച പറയുന്ന കൂട്ടുകാരെ. അല്ലാഹു ഖുർആനിൽ സൂറത്തു കാഫിൽ ഈ കഥ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പണ്ടുള്ള ദേശത്തെ ഒരു പൊങ്ങച്ചക്കാരനായ വലിയ മുതലാളിയും അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസിയായ കൂട്ടുകാരനുണ്ടായിരുന്നു. രണ്ട് ഭംഗിയുള്ള തോട്ടങ്ങളുടെ മുതലാളിയായിരുന്നു ആ പൊങ്ങച്ചക്കാരൻ. അല്ലാഹു അദ്ദേഹത്തിന് നല്ല മുന്തിരിത്തോട്ടങ്ങളും അതിൽ ഈന്തപ്പന മരങ്ങളും നല്ല കൃഷിയിടങ്ങളും അതിൻ്റെ ഇടയിലൂടെ നദികളും ഒക്കെയുള്ള വിശാലമായ തോട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അയാൾ വളരെ അഹങ്കരിച്ചു. അപ്പോൾ തൻ്റെ സത്യവിശ്വാസിയായ കൂട്ടുകാരൻ പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്, നീ ഇതിൽ അഹങ്കരിക്കരുത്. പൊങ്ങച്ചക്കാരനായ മുതലാളി തോട്ടങ്ങളിലൂടെ നടന്നു. അള്ളാഹുവിനെ പരിഗണിച്ചതേയില്ല. അന്ത്യനാൾ വരുമ്പോഴും നാം കരുതുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കുകയും ചെയ്താൽ അവിടെ എനിക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ടത് കിട്ടും. വിശ്വാസിയായ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിനയത്തോടെ വീണ്ടും പറഞ്ഞു, എല്ലാ ചങ്ങാതി, നീ നന്ദി കെട്ടവനാവല്ലേ, എന്നെ സൃഷ്ടിച്ചവനെ നീ വിഷേദിക്കുകയാണോ? ഇതൊന്നും എൻ്റെ കഴിവും സാമർഥ്യം കൊണ്ടുണ്ടായതല്ല, ഇതൊക്കെ ഇരുന്നാൽ അള്ളാഹു നശിപ്പിച്ചേക്കാം. പൊങ്ങച്ചക്കാരനായ മുതലാൾ ഇതൊന്നും ചെവികൊണ്ടില്ല. അങ്ങനെ തോട്ടങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി. തോട്ടങ്ങൾ തകർന്നടിഞ്ഞു. പൊങ്ങച്ചക്കാരനായ മുതലാൾ കരഞ്ഞു നിലവിളിച്ചു, ആ കഷ്ടം, ആ കഷ്ടം. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടെങ്കിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കാതെ നിന്നെങ്കിൽ. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാവാം? അഹങ്കാരി പൊങ്ങച്ച പാടില്ല, വിനയം കാണിക്കണം. താങ്ക് യു. മാഷാ അല്ലാ,